എനിക്ക് 100 കോടി ക്ലബിൽ ഇടം പിടിച്ചാൽ എനിക്ക് 30 കോടി രൂപ കിട്ടും. 30 കോടി അല്ലെങ്കിൽ 27.5 കോടി രൂപ കിട്ടും. അതായത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. 100 കോടി എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രോസ് കളക്ഷനാണ് ഇവരെല്ലാം എടുത്ത് വലിയ. ഞങ്ങൾക്ക് ഗ്രോസ് ഇല്ല, ഞങ്ങൾക്ക് ഷെയറേ ഉള്ളൂ. എനിക്കെന്ത് കിട്ടും അതല്ലേ പറയേണ്ടത്. എനിക്ക് 100 കോടി കിട്ടുമെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. പക്ഷേ ഈ 100 കോടിയല്ല കിട്ടുന്നത്. അപ്പോൾ അതാണ് ഈ 100 കോടി എന്ന് പറഞ്ഞ ക്ലബ്ബെന്നും പറഞ്ഞ് ഇവിടെ ഓരോരുത്തരും കൊട്ടി ഘോഷിച്ചുകൊണ്ടാണ്. മലയാളത്തിൽ മാക്സിമം കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് 40 കോടി രൂപയല്ലേ വരത്തുള്ളൂ. ഈ ഒരു വ്യവസായം നിലനിർത്താൻ സർക്കാർ തലത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ നിർമ്മാതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്? സർക്കാർ ഇടപെട്ടാൽ കൊള്ളാം. സർക്കാർ എന്ത് ഇടപെടാൻ ഒന്നും ചെയ്യാറില്ല. ഞങ്ങൾ എത്രയോ കാലമായിട്ട് അവരുടെ അടുത്ത് ഈ എന്റർടൈൻമെന്റ് ടാക്സിന്റെ കാര്യം പറയണം. അത് അവരിതുവരെയും ചെയ്യുന്നില്ല. പിന്നെ എന്ത് ഇടപെടലാണ്? ഇവിടെ സബ്സിഡി ഉണ്ടോ? 5 ലക്ഷം രൂപ സബ്സിഡി. ഇവിടെ ആനവായി ലമ്പഴങ്ങ എന്ന് പറയുന്ന പോലെയാണ് ഈ സബ്സിഡി എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ. അതും കിട്ടത്തില്ല. അത് എത്രയോ വർഷം കഴിഞ്ഞാൽ അതും ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ഇത്ര കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ സഹിച്ചിട്ട് നിങ്ങൾ സിനിമ ചെയ്യണ്ടെന്നേ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ഒരു സിനിമ ചെയ്യൂ എന്ന് പറഞ്ഞ് പിന്നാലെ വന്നിട്ട് ഞങ്ങൾ സഹിച്ചോളാം, ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാർ പഴയ സിനിമയൊക്കെ ഇരുന്ന് കണ്ട് സന്തോഷിച്ചോളാം. ഇനിയിപ്പോൾ സർക്കാർ സ്പെഷ്യൽ ആനുകൂല്യങ്ങൾ കൊടുക്കാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ഇവിടെ റേഷൻ കടക്കാർ സമരം ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്ത നാടാണ്. അപ്പോഴാണ് ഇനി സിനിമാക്കാർ സമരം ചെയ്തിട്ട് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി. ടാക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാര്യം അറിയാലോ. ഒരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ കൊടുക്കണം 18% GST. അങ്ങനത്തെ നാട്ടിലാണ് സിനിമയ്ക്ക് ഇനി ടാക്സൊക്കെ കുറച്ച് ആനുകൂല്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ. ഇത്ര ദാരിദ്ര്യവും കഷ്ടപ്പാടും പട്ടിണിയും പരിവട്ടവും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആരും സിനിമ ചെയ്യണ്ട.